ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാൾ കൂടി ഞാനൊരു UK വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. കാരണം കഴിഞ്ഞ എൻ്റെ കുറേ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, കുക്കിംഗ് വ്ളോഗ് അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ്, ഞാനും കെവിനുമായിട്ട് ഒന്നിച്ചിരുന്ന വീഡിയോസൊക്കെ നമ്മൾ UK പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വന്ന ടൈമിലൊക്കെ. ഒരു 1 ഇയർ മുന്നേ അല്ലേ 1.5 ഇയർ മുന്നേ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓരോ വീഡിയോസ്. അപ്പോൾ അത് കണ്ടിട്ട് പുതിയതായിട്ട് വരുന്ന പിള്ളേർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ചേച്ചി, ഈ കോഴ്സ് എടുത്താൽ നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ ഇത് എടുത്താൽ ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ, വിസ കിട്ടുമോ, എങ്ങനെയാന്നൊക്കെയുള്ളൊരു കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന രീതിയിൽ ഒന്നും കൂടെ എല്ലാം ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും BRP ഒക്കെ മാറ്റി ഈ വിസയിലോട്ടൊക്കെ മാറ്റേണ്ട സമയമായിരുന്നു. ഞാനൊരു 2 ആഴ്ച മുന്നെയാണ് അതൊക്കെ ചെയ്തത്. 2 ആഴ്ച മുന്നെയാണ് ഈ വിസയിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചെയ്തു എന്ന് ഓർത്തു. അവരുടെ അതിൻ്റെ ടൈം പീരീഡൊക്കെ കുറച്ചുകൂടെ നീട്ടും അങ്ങനെയൊക്കെ കേൾക്കുന്നു. കറൻ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് അതൊക്കെയാണ്. പിന്നെ കോഴ്സിനെ പറ്റിയൊക്കെ കുറേ പിള്ളേർ ഡൗട്ട്സൊക്കെ ചോദിച്ചു. ഹോസ്പിറ്റാലിറ്റി, ഇപ്പം ഞങ്ങൾ പഠിച്ചത് ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പം നിങ്ങളുടെ അറിവിൽ ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടാൻ UK എളുപ്പമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഞാനിതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാച്ചിൽ ഹോസ്പിറ്റാലിറ്റിയിലും ലോജിസ്റ്റിക്സിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. എനിക്ക് ലോജിസ്റ്റിക്സ് പഠിച്ചതിൽ എൻ്റെ അറിവിൽ ഒരു 1-2 പേർക്ക് ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നത് എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി പിള്ളേരെല്ലാം ഈ ലോജിസ്റ്റിക്സ് മെയിനായിട്ട് അറിയാലോ, വെയർ ഹൗസ് ബേസ്ഡ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും വെയർ ഹൗസിൽ, കെയർ ഹോം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി പഠിച്ചതിലും ഒരാളുടെ കസിന് ഇവിടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വിസ കിട്ടിയതറിയാം. പിന്നെ ഒരു ചേട്ടനുണ്ടത് മറ്റേ എക്സ്പീരിയൻസ്, വേറെ കൺട്രീസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നു. ആൾക്കും അതേ ബേസിൽ കിട്ടിയത് എനിക്കറിയാം. അങ്ങനെയൊക്കെ എനിക്കറിയത്തുള്ളൂ. പിന്നെ PSW എടുത്ത ആൾക്കാർ, അതായത് 2 ഇയർ PSW എടുത്ത ആൾക്കാർ, അപ്പോൾ അവർക്ക് ആ 2 വർഷം വിസയുടെ ഇഷ്യൂസ് വരുന്നില്ലല്ലോ. അപ്പോൾ അവർ ഇതേപോലെ നമ്മുടെ ലിങ്ക്ഡ്ഇൻ അതേപോലെ ഇൻഡീഡിലൊക്കെ നോക്കി അവർക്ക് ജോബ് കിട്ടിയായിരുന്നു. ഈ ഫ്രണ്ട് ഓഫീസിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് കുറച്ച് പിള്ളേർക്ക്. അങ്ങനെ അപ്പോൾ നമുക്ക് വിസ എന്നൊരു ഇഷ്യൂ PSW ടൈമിൽ ഇല്ലല്ലോ, നമുക്ക് ഏത് ജോലിയും ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഭയങ്കര 5 സ്റ്റാർ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചെറിയ ഹോട്ടൽസ്, സ്റ്റേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ ആണെങ്കിലും നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ പല ഷിഫ്റ്റിലൊക്കെ കിട്ടും. ഡേ കാണും, നൈറ്റ് കാണും. കാരണം ഈ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് അങ്ങനെ പല പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ ഹോസ്പിറ്റാലിറ്റി പഠിച്ചത്. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ കാരണം പുതിയ പിള്ളേർ ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി, എൻ്റെ ഡിഗ്രിയും ഹോസ്പിറ്റാലിറ്റി ബേസ്ഡ് ആയിരുന്നു. ഞാൻ BCom വിത്ത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസമാണ് പഠിച്ചത്. ഇതിൻ്റെ തന്നെ ഹോസ്പിറ്റാലിറ്റിയുടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഞാൻ ഇവിടെയും ചെയ്തത്. അപ്പോൾ ഞാൻ BCom ബേസ്ഡ് ആണ് മെയിനായിട്ട് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാമല്ലോ, എനിക്കൊരു 6 പേപ്പർ അല്ലെ 8 പേപ്പറായിരുന്നു തോന്നുന്നു ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ വരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറേയും കൂടി എക്സ്പീരിയൻസ് കിട്ടും എന്നായിരുന്നു. കാരണം ഹോട്ടൽസിലൊക്കെ നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പുകൾ കുറേ തരിക, പിന്നെന്താ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അത് നാട്ടിൽ ഞങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളുടെ HOD ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കിങ്ങനെ നമ്മുടെ വെക്കേഷനിൽ 1 മന്തിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടും എന്താണ് കാര്യം. കാരണം ഫ്രണ്ട് ഓഫീസിൽ നിൽക്കണം, പിന്നെ ഹൗസ് കീപ്പിംഗ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമ്മൾ വർക്ക് ചെയ്യണം, കിച്ചണിൽ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ. അപ്പം പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയമാകുമ്പോഴത്തേക്കിന് സിലബസിൽ നിന്ന് അതൊക്കെ മാറ്റി ഞങ്ങളുടെ 10 ഡേയ്സ് ട്രിപ്പ് വരെ മാറ്റിയായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് വന്നായിരുന്നു ഞങ്ങളുടെ ഇയർ ആയപ്പോഴത്തേക്കും. അപ്പം എനിക്ക് കുറച്ചുകൂടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനും കുറേയും കൂടി നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ എൻ്റെ അറിവിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് ക്ലാസ് തുടങ്ങി അത് തീർന്നോടം വരെ ഇപ്പം പ്രീമിയറിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ കമ്പനീനെ ബേസ് ചെയ്ത് മാത്രമായിരുന്നു അതിൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ.
അതിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ കുറേ പോയിന്റ്സ് ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഇപ്പം നമുക്ക് ഡയറക്റ്റ് അവിടെ പോകുക, ആരെങ്കിലും മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസസ്മെൻറ്റ്സോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ആകപ്പാടെ എനിക്ക് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അസസ്മെൻറ്റ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. അത് ഞാൻ പറയാം. കാരണം ഇതിപ്പോൾ ഷെഫീൽഡ് ആണല്ലോ. ഈ ഷെഫീൽഡ് ഏരിയയിൽ ടൂറിസം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിപ്പം ഇൻ്റർനാഷണൽ ലെവലാകാം അല്ലെങ്കിൽ ചെറിയ രീതിയിലാകാം, അങ്ങനെയൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും 2 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അതെങ്ങനെ ഇവിടെ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പം അതിന് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ ബേസ് ചെയ്ത ഒരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പഠിച്ച കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യം അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ അസസ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നൊരു കോമൺ കാര്യം തന്നെയാണ്, റെസ്റ്റോറൻറ്റ് പോലെ എന്തെങ്കിലും. കാരണം ഇപ്പം റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്, എന്നാലും ഇപ്പം ഒരു ഫ്യൂഷൻ പോലെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ തന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. പല ക്യൂസീൻസ് ആയിട്ടുള്ളത്, അറബിക്, ഇന്ത്യൻ, ചൈനീസ്, അത് ഇവിടെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ വരും. പിന്നെ പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ യോഗ സെൻറ്റേഴ്സ് ആയിരുന്നു. യോഗ സെൻറ്റർ അതാകുമ്പം നമുക്ക് ഈ ക്ലൈമാറ്റിക് ഇഷ്യൂസ് അധികം വരുന്നില്ല. കാരണം ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ അകത്താണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനെപ്പറ്റി അധികം ഈ വർക്കൗട്ട് കാര്യങ്ങൾ, ജിം അതല്ലാണ്ട് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് ഈ യോഗേനെ പറ്റി കുറേ കൂടി പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ആളുകളെ. അതേപോലെ കുറച്ച് ദൂരെ നിന്നാണെങ്കിൽ ആൾക്കാർക്ക് വരാൻ സാധിക്കും. അങ്ങനെയൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് യോഗ സെൻറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഉണ്ട് പല ഐഡിയാസ് അന്ന് പിള്ളേരിങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇത്രയായിരിക്കും അതിൻ്റെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇത്ര പൈസയ്ക്ക് അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ ബേസിക് ഫുള്ളൊരു ഫോമാറ്റ് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമായിരുന്നു ആ അസസ്മെൻറ്റിൽ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മ വരത്തുള്ളൂ. കാരണം ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഓർമ്മയല്ല, ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ഇപ്പം ഒരു കോഴ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറേം കൂടി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിനെ പറ്റിയും കൂടെ അന്വേഷിച്ചറിയുകയാണെങ്കിൽ കുറേം കൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെയും അസസ്മെൻറ്റ്സ് മാത്രം. നമ്മുടെ കോഴ്സിന് എക്സാം ഇല്ലായിരുന്നു. കാരണം കൂടുതലും അസസ്മെൻറ്റ്സ്. ചില സബ്ജക്റ്റിന് ഒരു മെയിൻ അസസ്മെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ 50% എബവ് നമ്മൾ മാർക്ക് മേടിച്ചാൽ നമ്മൾ പാസ്സാക്കും. ചിലതിന് 2 എണ്ണം കാണും. അപ്പോൾ ആദ്യത്തേതിൽ ഇപ്പം 50 താഴെയായി പോയാലും അടുത്തതിൽ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് മേടിച്ചാലും നമ്മൾ പാസ്സാകും. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ പ്രാക്ടിക്കൽ സൈഡാണെങ്കിലും കുറച്ച് കുറവായിരുന്നു ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ, ഷെഫീൽഡ് ഹലാം യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ ഈ കോഴ്സിനും. എനിക്ക് അറിഞ്ഞൂടാ വേറെ യൂണിവേഴ്സിറ്റികളിൽ കുറേയും കൂടി പ്രാക്ടിക്കലായിട്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഇത് കൊടുക്കുമോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജോബ് ഫെയർസിനെ പറ്റിയായിരുന്നു. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ ജോബ് ഫെയർസ് വരും. അത് ചാരിറ്റി ബേസ്ഡ് വരും. അതേപോലെ തന്നെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി, എയർലൈൻ ഇൻഡസ്ട്രി, അങ്ങനെ പല കൈൻഡ് ഓഫ് ജോബ് ഫെയർസ് അവർ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ബ്രൗഷേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ആ സമയത്ത് നമ്മളവിടെ പോവുകയാണെങ്കിൽ പല കൈൻഡ് ഓഫ് ആളുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ കാര്യങ്ങൾ എല്ലാവരും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് അവർ പറഞ്ഞു തരും. പിന്നെ അവരുടെ കോൺടാക്ട്സ്, ഡീറ്റെയിൽസ്, ഇമെയിൽ ID എല്ലാം നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ചാരിറ്റി ബേസ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് അത് ചോദിക്കണം, അല്ലെങ്കിൽ അവർ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചാരിറ്റി ബേസ്ഡ് ആണ് അറിയാലോ, പൈസ സംഭവമൊന്നും കാണത്തില്ല. നമ്മളൊരു സർവീസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവത്തോട് ഞാനിങ്ങനെ അവരോട് സംസാരിച്ചു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് പേയ്മെൻറ്റോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും തരുന്നത്. അത് മേ ബി നമ്മൾ PSW എടുത്തിട്ട് 2 വർഷം
2 വർഷമാണോ 1 വർഷമാണോ അങ്ങനെ അവിടെ വർക്ക് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അവരോട് നമുക്ക് വിസ കിട്ടുമോ? അല്ലെങ്കിൽ ഇത് ആഫ്റ്റർ ഈ ട്രെയിനിങ് അത് കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയായിരിക്കും നമുക്ക് നിങ്ങൾ വിസ പ്രൊവൈഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും അതവരെ ഒരു ഇതും പറഞ്ഞില്ല. അതവർ പറഞ്ഞു മേ ബി നിങ്ങൾ നിങ്ങളുടെ ഹോം കൺട്രിയിലോട്ട് തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. കാരണം അവർക്ക് മെയിനായിട്ട് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. എന്നാലേ അവരത് പ്രൊവൈഡ് ചെയ്യത്തുള്ളായിരിക്കും. അങ്ങനെ ഇപ്പോൾ ജോബ് ഫെയർസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കാം. ഇപ്പം ചിലർ പറയുമായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ വിസ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഈ ഒരു ഇത് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ പറയുവാണെങ്കിൽ ഇവിടുത്തെ സാലറി സ്കെയിലൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ വിസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര സാലറി സ്കെയിൽ വേണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. കമ്പാരിറ്റീവ്ലി എൻ്റെ അറിവിൽ കുറവാണ്. അതുകൊണ്ടാണല്ലോ മെയിനായിട്ടും പിള്ളേരെല്ലാം ഈ വെയർ ഹൗസ് അല്ലെങ്കിൽ അതേ കൈൻഡ് ഓഫ് ജോലികളിലൊക്കെ പോകുന്നത്. പിന്നെ ജോബ് നോക്കുന്ന വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പം കെയർ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടിപ്പോൾ വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞു. അതേപോലെ തന്നെ കെയർ വർക്കേഴ്സിനെ കൊണ്ടുവരുന്നത് കുറഞ്ഞു. അങ്ങനെയൊക്കെ പല പല ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ ന്യൂസ് കിട്ടും, അവിടെ ആളെ എടുക്കുന്നുണ്ട് ഇവിടെ ആളെ എടുക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ വേറെ ജോബും കാര്യങ്ങളും നിങ്ങൾ പഠിച്ച ഫീൽഡൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വന്ന് എന്തായാലും അടിപൊളി ആയിരിക്കുമല്ലോ എന്നൊക്കെ പിള്ളേരോട് ചോദിക്കുന്നുണ്ട്. അത് ഓരോ ആൾക്കാരെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ ചെന്ന് പെടുന്ന സ്ഥലം നല്ലതാണ്, പെട്ടെന്ന് ജോലി കിട്ടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ. അതേസമയം നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചിലപ്പം 2 മാസം 3 മാസം 4 മാസമൊക്കെ ടൈം എടുത്തേക്കാം. അതേപോലെ പിന്നെ വരുമ്പോൾ തന്നെയുള്ള ക്ലൈമറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ജോലി കിട്ടാൻ ചെറിയൊരു സമയമെടുക്കും. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്ന് പൊരുത്തപ്പെടാനൊക്കെ എന്തായാലും ടൈം എടുക്കും. അപ്പോൾ വരുമ്പോഴേ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമെടുക്കും. നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചിലർക്ക് എല്ലാം ഈസി ആയിരിക്കും. പിന്നെ കുറേ പേര് ഇപ്പോൾ PSW കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഈ കെയർ വിസ അല്ലെങ്കിൽ NHS അങ്ങനത്തെ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. പഠിച്ച ഫീൽഡിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാം എന്നൊക്കെ കോൺഫിഡൻസ് ഉള്ളവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് PSW ആ ഒരു 2 വർഷത്തെ സമയം കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്താ പുതിയ വിശേഷം? എനിക്ക് അറിയാവുന്ന ഇപ്പം ചിലയിടത്തൊക്കെ നമ്മൾ ജോലിക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ അവിടെ ആണെങ്കിലും ഈ ഹൗസ് കീപ്പിങ്ങിൽ ആളെ എടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അഡ്മിൻ ലെവലിലോട്ട് ആളെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ കോൺടാക്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്നത് ഞാൻ എൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെയായിട്ട് നമ്മുടെ ID ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ജോബ് എവിടെയെങ്കിലും വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേക്കൻസീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ വെയർ ഹൗസിൽ ജോലിയുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്കല്ല, ഹസ്ബൻഡിനും അവിടെ ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർ ഇൻഷുറൻസ്, പിന്നെന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഞാനതും ആ ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിപ്പം UK മാത്രമല്ല, ഇപ്പോൾ കാനഡയിലും കുറേ പ്രശ്നങ്ങളൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കാരണം എല്ലായിടത്തും ഇപ്പോൾ പിള്ളേർ കൂടുതലായതിൻ്റെ ഒരു ഇതുണ്ട് ജോലി കിട്ടാനൊക്കെ. വേറെ രാജ്യങ്ങളുടെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് അന്വേഷിക്കുക, അതിൽ ബെറ്ററായിട്ട് തോന്നും. പിന്നെ ഈ ഏജൻസികൾ പറയുന്നത് മാത്രം വിശ്വസിക്കാതിരിക്കുക. അവരോട് ചോദിക്കുക. ഓൾറെഡി അവിടെ പോയ പിള്ളേർ കാണുമല്ലോ, അപ്പം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാൻ പറയുക. എന്നിട്ട് ഡയറക്റ്റ് ആ പിള്ളേരോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഇമേജ് കിട്ടുമല്ലോ എന്താണെന്നൊക്കെ ഉള്ളത്. ഈ ഫ്രാൻസ് അങ്ങനെ പല രാജ്യങ്ങളോട്ട് ഇപ്പം എടുക്കുന്നുണ്ട്, പിള്ളേരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെന്താ പറയാനുള്ളത്?
അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നവരെ കറക്റ്റായിട്ട് അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെയൊക്കെ പുറകെ വേറെ വേറെ പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരിക, അല്ലെങ്കിൽ UKVA എന്നൊക്കെ ഓരോ മെയിൽ കാര്യങ്ങൾ വരിക, നിങ്ങളുടെ അറ്റൻഡൻസ് ഇത്ര പെർസെൻറ്റേജ് കുറവാണല്ലോ, ഇതിനൊന്നും ഇത് വരുന്നില്ല. നിങ്ങൾ മാക്സിമം അറ്റൻഡൻസ് കളയാണ്ട് നോക്കുക. അതേസമയം 20 hours ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു ജോബിന് പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾ PSW എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പോകാമല്ലോ, ഫുൾ ടൈം പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫുൾ ടൈം പോകാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പം മാക്സിമം റിസ്ക് ഒന്നും ഇല്ലാണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിലും വേറെ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ വരുന്ന പിള്ളേർക്കാണെങ്കിലും ഞാൻ റിപ്ലൈസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.